ഹലോ! പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മീഷോ പാക്കിങ്ങിനെ കുറിച്ചിട്ട്. ഇന്ന് ഞാന് മീഷോയിൽ എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത്, കാറ്റലോഗ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അതിനായിട്ട് ആദ്യം മീഷോയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അത് ഓപ്പണായി നമ്മൾ രജിസ്റ്റർ ഒക്കെ ചെയ്തതിന് ശേഷം അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു അക്കൗണ്ട് സെക്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരെ ഒരു സപ്ലയർ ആയിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഓൾറെഡി അത് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഇത് സൈൻ ചെയ്ത് ഞാൻ കയറിയിരിക്കുന്നതാണ് കേട്ടോ. ഇതെൻ്റെ സപ്ലയർ പേജാണ്. ഇതിലാണ് ഞാൻ ഓർഡർ സ്വീകരിക്കുന്നതും അതുപോലെ കാറ്റലോഗ് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ. നിങ്ങൾ രജിസ്റ്റർ ചെയ്താലും ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരിക. അതിൽ ഹോം പേജ് ഉണ്ട്, ഓർഡർ വരുമ്പോൾ എടുക്കാനുള്ള പേജ് ഉണ്ട്, റിട്ടേൺസ് കാണാനുള്ളതുണ്ട്, ഇൻവെൻട്രി, പിന്നെ നമുക്ക് കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെയുള്ള മെനു പേജ് ഉണ്ട്. ഓർഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആ ഓർഡറിൻ്റെ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു പേജിലേക്ക് വരും. ഇതിലിപ്പോൾ എനിക്ക് ഓർഡറൊന്നും വന്നിട്ടില്ല. ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക, ലേബൽ ജനറേറ്റ് ചെയ്യുക, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ചെയ്യാനായിട്ട്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ എനിക്ക് വന്നത് ഞാനത് ഷിപ്പ് ചെയ്തതാണ് കേട്ടോ. ഈ ഷിപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും. ഇത് ഡെലിവറിയാണ് എനിക്ക് വരുന്നത്. അവർ നമുക്ക് കൊറിയറൊക്കെ വീട്ടിൽ വന്ന് കൊണ്ടുതരുന്നത് പോലെ തന്നെ ഇവിടുന്ന് അത് പിക്ക് ചെയ്തുകൊണ്ട് പൊക്കോളും. നമ്മളിപ്പോൾ കാറ്റലോഗ് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നല്ലേ കാണിച്ചു തരുന്നത്. അതിനായിട്ട് മെനു പേജിൽ പോവുക. അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കാറ്റലോഗ് അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കുക. അത് ഓപ്പൺ ആയി വരുമ്പോൾ ദാ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും വരുന്നത്. അവിടെ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുണ്ട്, കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കാനുണ്ട്, ഡീറ്റെയിൽസ് മുഴുവനായിട്ട് കൊടുക്കാനുണ്ട്. ഏകദേശം ഒരു 4 സ്റ്റെപ്പുകളാണ് ചെയ്ത് തീർക്കാനുള്ളത്. അതിൽ കാറ്റഗറി നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ളത് നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കാണിക്കുന്ന ഒരു ഷോ പീസാണ്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ തവണ കൊടുത്ത് വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ആക്സസറീസോ അല്ലെങ്കിൽ ജ്വല്ലറി അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളോട് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അവരവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് ഫോട്ടോ എങ്ങനെ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. ആ രീതിയിൽ തന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. എന്നുവെച്ചാൽ കാണുന്നവർക്ക് അട്രാക്റ്റീവ് ആയ രീതിയിൽ വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. 2 ഓപ്ഷൻ ഉണ്ട്, ഗാലറിയും ക്യാമറയും ഉണ്ട്. ഞാനിപ്പോൾ ഗാലറിയിൽ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്നത് കൊണ്ട് അങ്ങനെ അങ്ങ് അപ്ലോഡ് ചെയ്യുകയാണ്. ഇതിപ്പോൾ ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല, കഴിഞ്ഞ ദിവസം മേക്ക് ചെയ്ത ട്രിങ്കറ്റാണിത്. ഇത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്ത് കൊടുക്കുന്നത്. പല രീതിയിൽ നമുക്കത് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ ഇപ്പം ഞാൻ 2 ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് പ്രൊഡക്റ്റിൻ്റെ നെയിം കൊടുക്കാനാണ്. ഞാനിപ്പോൾ ഷോ പീസ് അല്ലെങ്കിൽ ഒരു ഹോം ഡെക്കർ ഐറ്റം ആണല്ലോ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് ആണോ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രൊഡക്റ്റിൻ്റെ നെയിം തന്നെ കൊടുക്കുക. ജ്വല്ലറി ആണോ ക്ലോത്ത് ആണോ എന്നുള്ളത് ആ രീതിയിൽ തന്നെ കൊടുക്കണം. നെക്സ്റ്റ് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആണ് കൊടുക്കേണ്ടത്. നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെയുള്ളതാണ്, അത് ഹാൻഡ് മെയ്ഡ് ആണോ, അത് നല്ല ക്വാളിറ്റി ഉള്ളതാണോ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഇവിടെ വേണം ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. നമ്മളൊക്കെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ ഡീപ്പായിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നത് കണ്ടിട്ടില്ലേ? നമ്മളതൊക്കെ നോക്കി വാങ്ങാറുണ്ടല്ലേ? നമ്മുടെ പ്രൊഡക്റ്റ് കാണുന്നവർക്ക് അത് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലും വളരെ ജെന്യൂനും ആയിട്ടായിരിക്കണം നമ്മളത് കൊടുക്കാനേ. നമ്മുടെ പ്രൊഡക്റ്റ് മറ്റുള്ളവർ കണ്ട് അവരെ അത് അട്രാക്റ്റീവ് ആക്കി അവരെ അത് വാങ്ങിപ്പിക്കുക എന്നുള്ളതായിരിക്കണമല്ലോ നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ സ്റ്റെപ്പുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിനി ശേഷം നെക്സ്റ്റ് കൊടുക്കാം. നമ്മളിനി സെക്കൻഡ് പേജിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. ഇനി നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ട്, ആദ്യം കൊടുത്ത ഓപ്ഷനിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ പുറയിലേക്ക് പോയി വേണമെങ്കിൽ ഒന്നുകൂടി എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ബേസിക് ഡീറ്റെയിൽസിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് വെയിറ്റ് ആണ്. ഇത് നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ഉള്ള വെയിറ്റ് ഇല്ലേ, അതായത് പ്രൊഡക്റ്റിൻ്റെ ഇപ്പോഴുള്ള വെയിറ്റ് അല്ല, നമ്മൾ പാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു വെയിറ്റ് ഉണ്ടാവും, അതാണ് കൊടുക്കേണ്ടത്. അതുപോലെ കളറ്, ഏത് കളറിലുള്ളതാണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നത് എന്നുള്ളത്. ഞാനിപ്പോൾ പിങ്ക് കളറാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡയമെൻഷൻ യൂണിറ്റ് ആണ് കൊടുക്കാനുള്ളത്. അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് ഇഞ്ചാണോ അതോ സെൻറ്റിമീറ്റർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മില്ലിമീറ്ററോ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ സെൻറ്റിമീറ്റർ ആണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രൊഡക്റ്റ് അനുസരിച്ചിട്ട് അത് വേരിയേഷൻ വരും കേട്ടോ. അതുപോലെ അടുത്ത ജനറിക് എന്ന് പറയുന്നത് ഹോം ഡെക്കർ ആണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുക. നിങ്ങൾ ഏത് ഓപ്ഷൻ ആണോ കൊടുക്കുന്നത് അത് സെലക്ട് ചെയ്യുക. അടുത്ത മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓരോ പ്രൊഡക്റ്റിൻ്റെ മെറ്റീരിയലും വ്യത്യാസമുണ്ടല്ലോ. ഞാനിവിടെ ക്ലേ വെച്ചിട്ടാണ് ഈ ട്രിങ്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. നെറ്റ് ക്വാണ്ടിറ്റി 1 ആണ് കൊടുക്കുന്നത്. കാരണം ഒന്നല്ലേ നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളൂ. ഒരു പാക്കറ്റിൽ 2 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നെറ്റ് ക്വാണ്ടിറ്റി 2 കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ ഡയമെൻഷൻ ആണ് കാണിക്കുന്നത്. സെൻറ്റിമീറ്ററിൽ നീളവും വീതിയും
ഉയരമൊക്കെയാണ് നമ്മളത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ഡയമെൻഷൻ യൂണിറ്റ് സെൻറ്റിമീറ്ററിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രൊഡക്റ്റിൻ്റെ ഹൈറ്റും വെയ്റ്റും അതുപോലെ തന്നെ ലെങ്തും ഒക്കെ ഞാൻ കൊടുക്കുന്നത് എൻ്റെ ഒരു കണക്കുകൂട്ടൽ വെച്ചിട്ടാണ്. കറക്റ്റ് മെഷർമെൻറ്റിലല്ല. ഇപ്പം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിത് ചെയ്യുന്നതാണ് കേട്ടോ. പ്രൊഡക്റ്റ് ലെങ്ത് അത് കൈ തട്ടി 100 ആയതാണ് കേട്ടോ. ആക്ച്വൽ ലെങ്ത് അതൊന്നും അല്ല. 10.5 ആണ് കേട്ടോ ഞാൻ ഓപ്ഷൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ വെയിറ്റ് കൊടുക്കാം. നമ്മൾ പാക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ആക്ച്വൽ വെയിറ്റ് എത്രയാണോ അതാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ അവിടെ ഞാൻ 1.75 എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. 1.75നേക്കാൾ കൂടുതൽ പിന്നെ 10 ആണ് കിടക്കുന്നത്. അതുകൊണ്ട് അത് കൊടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ നമുക്ക് ടൈപ്പ് നമ്മൾ ഏത് ടൈപ്പാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഹാൻഡ് ക്രാഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന് ഏതാണോ ചേരുന്നതെന്ന് പറഞ്ഞാൽ അത് എടുത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഒന്നുകൂടി അതൊന്ന് സെലക്ട് ചെയ്ത് നോക്കിയതാണ് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുമോ എന്നറിയാൻ. ഇത്രയേ വന്നിട്ടുള്ളൂ. ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതേഴ്സ് കൊടുക്കുമ്പോൾ നമ്മളവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ഇല്ലാത്തത് നമുക്ക് അതേഴ്സ് സെലക്ട് ചെയ്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അതല്ലാതെ ഞാനിപ്പോൾ വേറൊന്നും കൊടുക്കുന്നില്ല. അടുത്ത് വെയിറ്റ് യൂണിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഗ്രാമിലാണോ കിലോഗ്രാമിലാണോ എന്നുള്ളത്. ഞാൻ ഗ്രാമിലാണ് കൊടുത്തിരിക്കുന്നത്. സൈസ് നമുക്ക് ഫ്രീ സൈസ് ആണ് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ അതും സ്പെസിഫൈ ചെയ്ത് പറയാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആദ്യത്തെ ഒരു ബേസിക് സ്റ്റെപ്സ് ഒക്കെ കഴിഞ്ഞു. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ കൊടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് മേലോട്ട് സ്ക്രോൾ ചെയ്ത് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യം നോക്കാം. പ്രൈസ് ആൻഡ് ടാക്സ് ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഒരു ക്വാണ്ടിറ്റി ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. നെറ്റ് ക്വാണ്ടിറ്റി 1 എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നിൻ്റെ വില നമ്മൾ എത്രത്തോളം നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. ഒരു പാക്കറ്റിൽ എത്ര പ്രൊഡക്റ്റ് ഉണ്ട് എന്നനുസരിച്ചിട്ട് വേണം നമ്മൾ വില നിശ്ചയിക്കാൻ. ഇവിടെ ഞാനിപ്പോൾ മീഷോയുടെ പ്രൈസിൽ ചുമ്മാ ഒരു എക്സാമ്പിളായിട്ട് 150 കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ താഴെ റോങ് ആൻഡ് ഡിഫക്റ്റീവ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് 133 ആണ്. ഈ പ്രൊഡക്റ്റൊക്കെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്കറിയാം 2 ഓപ്ഷൻ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അതായത് ആക്ച്വൽ പ്രൈസും അതുപോലെ റോങ് ആൻഡ് ഡിഫക്റ്റീവ് ഐറ്റം എന്ന് പറഞ്ഞിട്ട്. നമ്മൾ മിക്കവരും തന്നെ ഈ റോങ് ആൻഡ് ഡിഫക്റ്റീവ് ഐറ്റമാണ് സെലക്ട് ചെയ്യുക, വില കുറയുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ നമുക്ക് ടോട്ടൽ എമൗണ്ട് വന്നിട്ടുണ്ട്. കസ്റ്റമറുടെ പ്രൈസ് 225 രൂപയാണ്. അതായത് മീഷോയുടെ പ്രൈസ് 150ഉം ഷിപ്പിംഗ് ചാർജ് 75ഉം ഉൾപ്പെടെ 225 രൂപയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാങ്ക് സെറ്റിൽമെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് 136.28 ആണ്. അപ്പോൾ 136 രൂപ ആണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇത് ഡെലിവറി ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഈ 136 രൂപ ഒരു പ്രൊഡക്റ്റിനാണ് കേട്ടോ നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഹൈ പ്രൈസ് ഇടരുത്. ഹൈ പ്രൈസ് ഇട്ടാൽ ഡിമാൻഡ് കുറയും. ആ MRP എന്നുള്ളെടുത്ത് ഞാൻ ടോട്ടൽ എമൗണ്ട് ആയി 225 രൂപ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ കാണാനായിട്ട് പറ്റും 150 പ്ലസ് 75 എന്ന് പറഞ്ഞിട്ട് വരും. വ്യൂ ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്കത് കൺഫേം ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് നമ്മൾ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺട്രി സെലക്ട് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ മാനുഫാക്ചർ നെയിം, അഡ്രസ്സ് ഇവയ്ക്കാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മീഷോയിൽ സപ്ലയർ ആയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങളൊരു കമ്പനി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു പേര് കൊടുത്തേക്കാം. എന്തായാലും നമ്മളുടെ പ്രൊഡക്റ്റ് ഒക്കെ ഒരു പേരിൽ വേണമല്ലോ ഇറങ്ങാൻ. അപ്പോൾ ആ ഒരു പേരിൽ കൊടുത്തേക്കാം. ഞാനിവിടെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഇവ ക്രാഫ്റ്റ് വേൾഡ് എന്നാണ്. അപ്പോൾ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നല്ല ക്ലിക്കായിട്ടുള്ള ഒരു പേര് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുക. നമ്മളുടെ മാനുഫാക്ചർ അഡ്രസ്സൊക്കെ കൊടുത്തതിന് ശേഷം പിൻകോഡ് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിൻകോഡൊക്കെ സെലക്ട് ചെയ്ത് ലാസ്റ്റ് നമ്മുടെ മാനുഫാക്ചർ അഡ്രസ്സും അതുപോലെ സെല്ലർ അഡ്രസ്സും സെയിം തന്നെയാണെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുത്തേക്കാം. ദെൻ സബ്മിറ്റ് കൊടുത്താൽ നമ്മൾ മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് പോകും. ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് പ്രൊഡക്റ്റിൻ്റെ ID, അതുപോലെ ബ്രാൻഡ്. പ്രൊഡക്റ്റ് ID അവരൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. S101 റെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ID കൊടുക്കാം. ഞാനിപ്പോൾ അവിടെ എൻ്റെ പ്രൊഡക്റ്റിന് ഞാൻ അവിടെ റെഡ് എന്നുള്ളതിന് സ്ഥാനത്ത് പിങ്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബ്രാൻഡ് നമുക്ക് നമ്മളുടെ ബ്രാൻഡായിട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല. അവിടെ കുറേ ഓപ്ഷൻസ് വരും. അതിലൊരെണ്ണം അങ്ങ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ 4ാമത്തെ ഓപ്ഷനിലേക്ക് നമ്മൾ പോയാൽ 2 ഉണ്ട്. അത് ഒന്ന് ഇൻവെൻട്രിയും രണ്ടാമത്തേത് SQID ആണ്. ഇൻവെൻട്രി നമ്മൾ എത്രത്തോളം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളതാണ്.
10 നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അത്രയും ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിലിപ്പോൾ ഒരെണ്ണേ സ്റ്റോക്കുള്ളൂ. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ അത് ഞാൻ കൊടുത്തു. SQID ഞാൻ ഒന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂ വന്നിട്ടുണ്ട്. ഈ വന്നിരിക്കുന്ന റിവ്യൂ നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത്. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മളിവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. തിരുത്തലുകളൊന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് കാറ്റലോഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് അപ്ലോഡ് ആയിട്ടുണ്ട്. ഈ അപ്ലോഡ് കഴിഞ്ഞ് കുറച്ച് നിമിഷത്തേക്ക് QC പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണിക്കുക. കാരണം ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതാണ്. ആദ്യമായിട്ടൊക്കെ അപ്ലോഡ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ചെറുതായിട്ടൊക്കെ ഉണ്ടാവും. അതിൽ QC എറർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്താണ് കേട്ടോ QC എറർ എന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുന്നത്. അങ്ങനെയൊക്കെ കാണിക്കും കേട്ടോ. ആ എറർ വന്നത് നമുക്ക് ഫിക്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ ബൈ.